ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം ചേരുകയാണ്. പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സൈനിക മേധാവി, 3 സേനാ തലവന്മാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കി. സൈനിക നടപടികൾ സംബന്ധിച്ച് പിന്നീട് വിശദീകരണം നടത്തുമെന്നും വ്യോമസേന അറിയിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് പിന്നാലെ അതിർത്തികൾ പൊതുവേ ശാന്തമാണ്. അവിടെയുള്ള സാഹചര്യം എങ്ങനെ, അതിർത്തികളിലെ സാഹചര്യം എങ്ങനെ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടുകൂടി സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന യോഗം, അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഈ വ്യോമസേന ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ. ആർ അച്യുതൻ. റീജിത്ത്, ഇന്ന് 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരമൊരു നിർണായക കൂടിക്കാഴ്ച നടന്നത്. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം 3 സേനാ മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. അതിൽ പ്രധാനമായും വിലയിരുത്തിയ കാര്യങ്ങൾ എന്നുള്ളത്, ഈ 5 മണിക്ക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനം പല അതിർത്തികളിലും ഉണ്ടായിട്ടുണ്ട്. വെടിവയ്പ് ഉണ്ടായ സാഹചര്യമുണ്ട്. ഒടുവിൽ അത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതോടുകൂടിയാണ് ആ പ്രകോപനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ പറ്റി ഈ യോഗം അവലോകനം ചെയ്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നിലവിലെ അതിർത്തികളിലെ സുരക്ഷാ സാഹചര്യവും അവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ യോഗം വിലയിരുത്തിയതായും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി, ഇനി എന്താണ് തുടർ നടപടികൾ, ഇന്ത്യയുടെ അടുത്ത നീക്കം എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയും ഈയൊരു യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചതായുള്ള സൂചനകളും ലഭിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ യോഗം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിനു ശേഷം ഇതാദ്യ യോഗമാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറെ അത്രയും പ്രാധാന്യമുള്ള ചില തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൌത്യം അത് അവസാനിപ്പിച്ചിട്ടില്ല, അതിപ്പോഴും തുടരുന്നു എന്നാണ്. ഓപ്പറേഷൻ സ്റ്റിൽസ് ഗോയിങ് ഓൺ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൌത്യം തുടരുകയാണ്. അത് പ്രത്യേകിച്ച് ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ദൌത്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. മറ്റ് വിശദമായ ഒരു വിശദീകരണം വ്യോമസേന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത്തരമൊരു ബ്രീഫിംഗ് കാണുമെന്നും അറിയിച്ചു. ചില ഊഹാപോഹങ്ങൾ പല ദിക്കുകളിലായി പ്രചരിക്കുന്നുണ്ട്, അതിലൊന്നും വിശ്വസിക്കരുത് എന്നുകൂടി ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളോട് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട സേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു കുറിപ്പ് കൂടിയാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വ്യോമസേന ഈ ദൌത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. രണ്ടാമതായി, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുന്നു എന്നാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. റീജിത്ത്, ശരി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം അത് പൂർത്തിയായിരിക്കുന്നു. അതിൽ ഉന്നതതല യോഗത്തിൽ അതിർത്തിയിലെ സാഹചര്യം എങ്ങനെ, തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ ചർച്ചയായിട്ടുണ്ട്. ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യോമസേന കൂടി വ്യക്തമാക്കുകയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.